ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം വാഗമണ്ണിലാണ്. ഫസ്റ്റ് ടൈം വാഗമണ്ണ് വരുമ്പോൾ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കാണാനുണ്ട് ഇവിടെ എന്നുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ ഈ വീഡിയോയിലുണ്ട്. ഞങ്ങൾ 3 പേരാണ് വന്നത്, 2 വണ്ടിക്കാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എൻ്റെ കൂടെ വന്ന ഒരാളെ പരിചയപ്പെടാം. 2 പേര് ഉണ്ട്. അത് നമ്മുടെ കുട്ടുവാണ്. കുട്ടു, നമ്മൾ ആദ്യമായിട്ടാണ് വാഗമൺ വരുന്നത്. ആദ്യമായിട്ടല്ല, ഇതിന് മുന്നും വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇനി കാണാനുണ്ട്. അതിന് വേണ്ടിയാണ് ഈ യാത്ര വന്നിരിക്കുന്നത്. ഏതായാലും തകർക്കാനാണ് പ്ലാൻ അല്ലേ? അപ്പൊ ഗൈസ്, അടുത്ത ആളെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം എബി ആണ്. നമ്മുടെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും എബിനെ. ഞാനും വാഗമൺ വരുന്ന ആദ്യമായിട്ടാണ്, ഇതിനു മുമ്പ് വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എങ്ങനെയാണെന്ന് പോയി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് അന്നേരം അറിയാം. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലൈമറ്റ് ആണ്, നല്ല പോകുന്ന റൂട്ടും ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്, സെറ്റാണ്. എനിക്കും വളരെയധികം വന്നത് വരെ ഇഷ്ടപ്പെട്ടു. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് പോകുന്ന വഴിക്കണം, കാറൊക്കെ പൊളിക്കാം. ഗൈസ്, നമ്മൾ വാഗമണ്ണിൽ നമ്മൾ ഫസ്റ്റത്തെ പ്ലേസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളവർ നമ്മുടെ സ്വന്തം മെഡോസിൽ വന്നിട്ടുണ്ട്. മെഡോസിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, അതായത് മൊട്ടക്കുന്നുകൾ. അപ്പോൾ നമ്മളവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാം. ഇന്ന് ചൊവ്വാഴ്ചയിലല്ല, ഇന്ന് ഏതോ ചൊവ്വാഴ്ച ആയിട്ട് തന്നെ ഉണ്ട്. എത്രയോ വണ്ടികളും കാര്യങ്ങളൊക്കെ, ഒരുപാട് വോൾവോ വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ നമ്മളേതായാലും അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറിയിട്ട് ടിക്കറ്റിന് എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ടിക്കറ്റ് റേറ്റ്. കുഞ്ഞു പിള്ളേർക്ക് 15, നമുക്കൊക്കെ 25 കൊടുക്കണം കേട്ടോ. അപ്പോൾ അവരവിടെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ അവരുടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് അകത്തേക്ക് കയറാം. അകത്തെ കാഴ്ചകൾ കാണിച്ചു തരട്ടെ ഗൈസ്. 3 ടിക്കറ്റ് എടുക്കാൻ ഗൂഗിൾ പേ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ. ചേട്ടാ ഒരു 3 ടിക്കറ്റ് തന്നെ മേട്ടോ. ഓക്കെ, താങ്ക് യു. ലേക്ക് ഇതിൻ്റെ ഉള്ളിലല്ലേ വരുന്നേ? ഗൈസ്, നമ്മൾ അകത്തേക്ക് കയറുകയാണ്. പാസ്സല്ലേ അല്ലെങ്കിൽ പാസ്. സോ ഗൈസ്, പാസ്സൊക്കെ കൊടുത്ത് കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു വൈബുണ്ട് കേട്ടോ. നൈസാണ് ഇവിടെ കാണാനായിട്ട്. അവിടെയൊക്കെ ഒരുപാട് പേര്, അങ്ങോട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഇവിടെ കുറേ ബോട്ടിങ്ങിൻ്റെയും സൈക്ലിങ്ങിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അവിടെ ആ സൈഡിലാണെന്ന് പറഞ്ഞു. മൊട്ടക്കുന്നാണ് മെയിൻ ആകർഷണം. മെഡോസ് എന്ന് പറയുന്ന പോലെ തന്നെ മൊട്ടക്കുന്നാണ്. മൊട്ടക്കുന്നൊന്ന് കണ്ടേക്കാല്ലാടിയാ. അപ്പോൾ ഞാൻ വാഗമണ്ണ് വരുന്ന സമയത്ത് ഞാൻ കുറേ നോക്കിയായിരുന്നു, കുറേ വീഡിയോസ് എല്ലാം നോക്കിയിട്ടാണ് വന്നത്. എല്ലാ വീഡിയോസും നല്ല വ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോസിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, മച്ചാന്മാരെ നിങ്ങൾ വാഗമണ്ണ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞത്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക് മച്ചാന്മാർ. ഇതുപോലത്തെ ട്രാവൽ വീഡിയോസ് വരുന്നതായിരിക്കും. പിന്നെ ഇതാണ് മൂഡ്. ഇത് മൊട്ടക്കുന്ന് മൊത്തം. ഇവിടെ ഒരു കുന്നുണ്ട്, ഇതവിടെ വേറൊരു കുന്നുണ്ട്, പോയി നോക്കാം. ഗൈസ്, ഇവിടെ കണ്ട ഫസ്റ്റത്തെ മൊട്ടക്കുന്നിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ കയറി പോവാണ്. കാരണം ഇന്നലെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു സെറ്റപ്പ് ഉള്ള കാരണം ഉറങ്ങാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ചെറിയൊരു ടയേർഡുണ്ട്. പക്ഷേ സ്ഥലങ്ങൾ കാണുമ്പോൾ ഓണാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈസ്, അമ്മമാരൊക്കെ ഇതുകൂടെ നടന്നു വരുന്നുണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ ഇതുണ്ടോ, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. കുറേ മൊട്ടക്കുന്ന്, അതൊരു കുന്ന്, ഇതൊരു വേറെ കുന്ന്, അത് വേറെ കുന്ന്, ഇത് വേറെ കുന്ന്. ഇതെവിടെയൊക്കെ ഇഷ്ടം പോലെ ഓരോ കുന്നിൻ്റെ മേളിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നോക്കിക്കേ, ഇത് കണ്ടോ, ഓരോ കുന്നിൻ്റെ മേളിൽ കൂടെ ആൾക്കാർ. പൊളിയായിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. മൂന്നാറിനൊക്കെ അപേക്ഷിച്ച് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മൂന്നാറിൽ അങ്ങനെ ഒരു സ്പോട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ കേട്ടോ, സ്കൂളിൽ നിന്നൊക്കെ വന്ന പിള്ളേരും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ ഒരു സായിപ്പും മതമേ മാത്രം ഇരിപ്പുണ്ട് അവിടെ. ഇതെടുക്കി ഞാൻ പറഞ്ഞു. പിന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ സൂയിസൈഡ് പോയിന്റ് ആണെന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഇവിടെ എത്തുമ്പോൾ തന്നെ കൂടുതൽ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനും എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് ഗൈസ്. പൊളി. ഇത് വേറെ മൊട്ടക്കുന്നാണ്. എല്ലാത്തിൻ്റെ മേളിലേക്ക് ഇങ്ങനെ നടന്ന് കാരണം ഒരുപാടൊന്നുമില്ല. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഒരു 10 മൊട്ടക്കുന്നുണ്ട് ഇവിടെ. അതാണ് മെയിനായിട്ടുള്ള സംവിധാനങ്ങൾ. ഇവിടെയൊക്കെ ഒരുപാട് പെൺപിള്ളേർ വന്നിട്ടുണ്ട് ഗൈസ്. വായി നോക്കാനുള്ളവരൊക്കെ, വായി നോക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഹെവി പ്ലേസ് തന്നെയാണ് സത്യം പറഞ്ഞത്. വാഗമണ്ണില് ഞങ്ങൾ 2 മാസം മുമ്പ് വന്നതാണ് ഇതിനു വേണ്ടി തന്നെ, വായി നോക്കാൻ വേണ്ടി തന്നെ വന്നതാ. അതാണ്. പക്ഷെ നമ്മള് ഒന്നും വരാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ ആ വാച്ച് ടവർ അല്ലാട്ടോടാ അളിയാ, അത് മറ്റേ സാധനം, മറ്റേ റോപ്പിൽ പോകുന്ന മറ്റേ സാധനം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കണ്ട സ്ഥലത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പെൺകുട്ടികളും ഒരുപാട് ആൾക്കാരും ഉണ്ട് കേട്ടോ. വാവ്, നൈസായിട്ടുണ്ട്.
കിടു സംവിധാനം ഏതായാലും കൊള്ളാം. ഇവിടെ ഉള്ള ഈ മുട്ടക്കുന്നിലുള്ള ഒരേ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിങ്ങും പിന്നെ ഇതിൻ്റെ പേര് റോപ്പിങ്ങാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് മുകളിൽ കയറാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം 250 രൂപ കണ്ടാണ് ഇതിൻ്റെ മേളിൽ കയറി അപ്പർ സ്പോട്ടിൽ വരെ പോയി ഇറങ്ങാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതിൻ്റെ അടിയിലാണ് ലേക്ക് വരുന്നത്. അപ്പോൾ ലേക്കിൻ്റെ മേളിൽ കൂടെയാണ് അറിയാം. ബ്രോ മിസ്സിംഗ് ആണ് കഴിച്ച് ഇടയ്ക്കിടയ്ക്ക് വായി നോക്കാൻ പോയി തല്ല. അതേ എവിടെ കൊണ്ട് എന്തോ പുള്ളി അവിടെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ലേക്കിൽ നമ്മുടെ റോപ്പിൻ്റെ പരിപാടിയുടെ അടിയിലായിട്ടോ നമ്മൾ നിൽക്കുന്നത്. മേളിൽ നിന്ന് ആൾക്കാർ പോകാൻ വേണ്ടി നിൽപ്പുണ്ട്. അപ്പോൾ പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് വീഡിയോ എടുത്ത് കാണിക്കും. കാരണം ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ഞങ്ങളെപ്പോലെ വെയിലിനെ തടയാൻ വേണ്ടിയിട്ട് കുറേ ചേട്ടന്മാർ ഇവിടെ വന്നിട്ടുണ്ട് നമ്മളോടെ തന്നെ. അത് കൊള്ളാം കൊള്ളാം കൊള്ളാതെ. അടുത്തൊരു ചേച്ചി പോകുന്നുണ്ട്. മൂന്ന് ടിക്കറ്റ് 30 രൂപ. അപ്പോൾ ഗൈസ് നമ്മുടെ വാഗമണിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ വാഗമണിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ പൈൻ ഫോറസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ കൊടൈക്കനാലിലൊക്കെ ഉള്ള പോലത്തെ തന്നെ ഒരു പൈൻ ഫോറസ്റ്റാണ് ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേളിൽ നമ്മുടെ ഇത് കൂട്ട് ക്യാമറയ്ക്ക് അവിടെ ഫീസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ക്യാമറ എടുത്ത് വെച്ചിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫീസൊന്നും കൊടുത്തൊന്നുമില്ല. അങ്ങനെ ചുമ്മാ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? വണ്ടി നമുക്ക് പാർക്കിംഗ് ഒന്നുമില്ല. അങ്ങ് അപ്പുറം കണ്ട പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വണ്ടി അവിടെ വെച്ചിട്ട് നടന്നു പോകാനും ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. വണ്ടി ഞങ്ങൾ തിരിച്ച് കയറ്റിക്കൊണ്ട് വെച്ചു മച്ചാൻ വരെ. സോ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടുള്ള ഒരു കപ്പിൾസ് ആൻഡ് ലേഡീസ് ഒരുപാട് പേരുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഉള്ള കിളികളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. മേളിലൊരു ബോർഡ് ഉണ്ടായിരുന്നു, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്തെ ബേർഡ്സിൻ്റെ ഏതൊക്കെ ഉണ്ടെന്നുള്ള ഇത് കുറേ കിളികളുണ്ട്. അത് ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കാണാൻ പറ്റിയാൽ. പിന്നെ നമുക്കൊരു ഇവിടെ മൃഗങ്ങളെ ഒരു സാധനത്തിന് ഇതുവരെ കുരങ്ങനെ പോലും നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരുപാട് പേര് ഇതുണ്ടോ മേളിലൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ മാത്രമാണ് ഇപ്പോൾ വാഗമണ്ണിൽ ഒരു തണലുള്ളൊരു സ്ഥലം. വേറെ ഇവിടെ ഒരു തണലുള്ള സ്ഥലം ഞാൻ കണ്ടില്ല ഗൈസ്. മൊത്തം ചൂടും മൊത്തം പൊടിയൊക്കെയാണ്. പൊടിയൊക്കെയാണ് ആകെ ഒരു മൂകത. കാരണം ഒന്നുകൂടെ ബൈക്കിനും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഫുള്ള് പൊടിയൊക്കെ അടിച്ചാണ് വരുന്നത്. അങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ. നമ്മൾ എബി ബ്ലോഗർ കൂടെ ഉണ്ട്. സാധനം നന്നായിട്ട് തെന്നുന്നുണ്ട് ആണല്ലേ. ഇതൊക്കെ വരുന്നവർ സൂക്ഷിക്കട്ടെ. ഇത് കൂടെ ഒക്കെ തെന്നി വീണ് കഴിഞ്ഞാൽ നട്ടു പിടിച്ചായിരിക്കും വീടിനെ പണി കിട്ടും. നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ എടുത്ത് ഓരോ സാധനത്തിന് മേളിൽ കൂടെ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടംപോലെ അടിപൊളി കാഴ്ചകളാട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. മെയിൻ ഫോക്കസ് ചെയ്യേണ്ട വാഗമണ് വന്നു കഴിയുമ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്വിറ്റ്സർലാൻഡ് കാടുകളിൽ നെതർലാൻഡൊക്കെ പോലത്തുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പൈൻ ഫോറസ്റ്റാണ് ഇവിടെ ഉള്ളത്. ഇത് അത്ര വലിപ്പമുള്ളതല്ല, ബിഗ് അല്ല, എന്നാലും ഒരു നോർമലായിട്ടുള്ള. പിന്നെ ഇതിൻ്റെയൊക്കെ ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഇല ചാടിയിട്ടാണ് ഇതുപോലെ ഇത് കണ്ടോ, ഇതുപോലെ മറ്റേ സാധനങ്ങളായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ഇതുണ്ടോ, ഇതുപോലെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയും അനിമൽസിൻ്റെ കാൽപ്പാടുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എലിഫൻറ്റിൻ്റെ ഉണ്ട്, അല്ലാതെ ഇങ്ങനെ കാൽപ്പാട് ഇവിടെ ഒന്നും ഉണ്ടായിട്ടല്ലാന്ന് തോന്നുന്നു, അറിയത്തില്ല. പിന്നെ ഇവിടെ കിളികളുടെ കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ കാലുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചേച്ചി ഫോട്ടോ എടുക്കാൻ ഇരിപ്പുണ്ട് ഒരുപാട്. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് നല്ല ഒരു ലുക്ക് വൈസായിട്ട് നല്ല സെറ്റപ്പിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാര്യം നോക്കി കാണുമ്പോൾ നമുക്ക് നല്ല രസമുണ്ട്. ഇതും കൂടെ മെല്ലൊക്കെ ചെയ്തുണ്ടോ, വൈബല്ലേ, നല്ല വൈബല്ലേ പൈൻ ഫോറസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്തിൽ, ഈ വാഗമണ്ണിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം, ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നു. ഇപ്പോഴേ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത്. താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കുക എല്ലാവരും. കുറച്ച് പേരൊക്കെ സൈഡിൽ ഇങ്ങനെ, കാരണം ഇതിൻ്റെ പൊടി ഉണ്ടല്ലോ ഇതിനകത്തേക്കൂടെ ഇങ്ങനെ ചാടി കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തെന്നിപ്പോയി കഴിഞ്ഞാൽ തെന്നി അതിൻ്റെ കൂടെ നമ്മളങ്ങ് പോവും. വേറെ ബ്ലോഗർമാരെ ആരും ബ്ലോഗ് എടുത്തുകൊണ്ടൊക്കെ ഒന്നും കണ്ടില്ല നിലവിൽ. അപ്പോൾ നിങ്ങൾ ഏതായാലും വാഗമണ്ണ് വന്നു കഴിയുമ്പോൾ മസ്റ്റായിട്ട് ഈ പ്ലേസ് ഒന്ന് വിസിറ്റ് ചെയ്യണം. കൂടെ വന്നവരൊക്കെ അതേ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. രണ്ടാമന്മാർ ഫ്രണ്ടിൽ കൂടെ അലച്ച് തല്ലി ഫ്രണ്ടിലങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് എൻഡിങ് പ്ലേസ് ഇതാണ്. ഇവിടം വരെയുള്ള കൈവരികളും കാര്യങ്ങളൊക്കെ ഇവിടം വരെ ഉള്ളൂ. പിന്നെ ഏതാണ്ട് പൊട്ടിച്ചൊക്കെ ഇത് കൂടെ ഇട്ടുണ്ട് കേട്ടോ. പക്ഷെ പുകവലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല ഇവിടെ. കാരണം പുകവലിക്കുന്നവരൊക്കെ പുറത്ത് വലിച്ചിട്ടുണ്ടോ അല്ലേ നോക്കി കണ്ടൊന്നും വലിച്ചോളാം. ഇങ്ങനെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനൊക്കെ തീ പിടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകുന്നുണ്ട്. ഫോറസ്റ്റുകാർ ചെക്കിംഗ് കൊണ്ട് ഇടയ്ക്ക് ഓരോ ആൾക്കാർ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്.
അടിപൊളി ഫോറസ്റ്റ് തന്നെയാണ് ഇത് കാണുന്നത്. ഒരു പൈൻ ഫോറസ്റ്റ് ആണ്, നല്ല രസമായിട്ടുള്ള പൈൻ ഫോറസ്റ്റ്, അതായത് നല്ല തണലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു കിടിലൻ പ്ലേസ് തന്നെയാണ്. വാഗമണിലെ മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആണ് സത്യം പറഞ്ഞാൽ ഈ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇതിന് മുന്നേ ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടിട്ടുള്ളത് നമ്മുടെ കൊടൈക്കനാൽ പോയപ്പോഴാട്ടോ. കൊടൈക്കനാലിൽ ഇതുപോലെ തന്നെ ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് ആയിട്ട് വരും നമ്മുടെ കേരളത്തിലെ അടുത്തായിട്ട് എനിക്ക് പറയാനുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിൽ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെങ്കിൽ യൂക്കാലി തോട്ടമുണ്ട്, പക്ഷേ ഇങ്ങനത്തെ പൈൻ ഫോറസ്റ്റ് ഉണ്ട്, ചെറിയ പൈൻ ഫോറസ്റ്റ്. ഇച്ചിരി വലുതായിട്ടുള്ളത് കൊടൈക്കനാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് മച്ചന്മാരെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കിവിടെ ഉള്ളത് അല്ലേ. എങ്ങനെയുണ്ട് അളിയ സ്ഥലം? ഞാൻ എത്ര നേരം മേളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വരുന്നില്ല കാര്യം. സമാധാനം അതെ, പോസിറ്റീവാണ്. അത് തന്നെയല്ല വെയിലിനൊക്കെ അല്ലേ, നല്ല സുഖമായിട്ടുണ്ട്. നല്ല ഒരു സമാധാനം. മെഡോസ് പോയതിനേക്കാളല്ലേ, മെഡോസ് പോയതിനേക്കാൾ ഞാൻ ചൂടും പൊടിയും ബഹളും ആകെ ആവശ്യതയായി പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്ലേസ് എന്ന് പറയുന്നത് ഇതായിരുന്നു മച്ചന്മാരെ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വീഡിയോ ഷൂട്ട് ഞാൻ കാണിച്ചു തരാം, വിഷ്വൽസ് കാണിച്ചു തരാം. എബിയോടും കൂടെ നമുക്ക് ചോദിച്ചു നോക്കാം. മേലത്തെ കാഴ്ച മരങ്ങൾ ആടുന്നുണ്ട് കേട്ടോ, അളിയൻ പറഞ്ഞ പോലെ മരങ്ങളൊന്നിങ്ങനെ നല്ല രീതിയിൽ ആടുന്നുണ്ട്. കാറ്റുണ്ട്, ചെറിയ കാറ്റിൻ്റെ ഇടയ്ക്ക് കൂടെ തട്ടി തടഞ്ഞു വരുന്നുണ്ട്. ബ്രോ വന്നേ, ബ്രോയുടെ ഒരു അഭിപ്രായം പറഞ്ഞേ. സംഭവം അടിപൊളിയാണ്, നല്ല തണലുണ്ട്, നല്ല കൂളിംഗ് ആണ്, വെയിലൊന്നുമില്ല, നല്ല കിടലൻ ആംബിയൻസ് ആണ്, ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാം നല്ല രസമുണ്ടല്ലേ. ബ്രോയുടെ വീഡിയോ എടുക്കൽ ഉടമ്പരയായി. ബ്രോയുടെ ചാനലിന്റെ പേരും കൂടെ പറഞ്ഞാൽ എബി ഫോർട്ട് എന്നാണ്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ബ്രോയുടെ ചാനലും കൂടെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പുള്ളി ഇപ്പോൾ ഒരു 6 മാസമായിട്ട് ചാനലുണ്ട്, പക്ഷെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ചാനലിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലൊരു വ്ളോഗറും കൂടെയാണ് പുള്ളി. നമ്മുടെ പല വീഡിയോസിനകത്തും പുള്ളി ഉണ്ട്. കുട്ടു ഇതിന് മുന്നേ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ടല്ലേ, വീഡിയോയില് വെള്ളച്ചാട്ടത്തിന് ലേറ്റായി വന്നത് ഞങ്ങൾ തെറി പറഞ്ഞ വെള്ളച്ചാട്ടം. അത് നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ഇടുക്കിയിൽ ഒരു വെള്ളച്ചാട്ടത്തിൽ അളിയനുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രിപ്പാണ് ഞങ്ങൾ ഒരുമിച്ചുള്ളത്. അപ്പോൾ ഗൈസ് നമ്മുടെ വാഗമണിൽ ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫ്രെയിം ചെയ്ത് തരും കേട്ടോ. വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സ്ഥലം നമുക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ കയറി പോയിട്ട് തിരിച്ച് കയറി തന്നെ വഴിയാണ്. എടുത്തുകൊണ്ടോ കിട്ടുന്ന ഫോട്ടോസൊക്കെ ആയിട്ട് ചെയ്ത് തരുന്നുണ്ട് ഒരു. ഇത് തന്നെ കേട്ടോ, ഇതിൻ്റെ റേറ്റ് എത്രയാ? 750 സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ ഇതിന്. ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പും കൂടി ഇവിടെ ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. ഓക്കെ, സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞൊരു സ്ഥലം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ മച്ചമാരെ ഭയങ്കര വെയിലായിട്ട് ഈ സമയത്ത് സത്യം പറഞ്ഞാൽ ആർക്കും പ്രിഫർ ചെയ്യില്ല. സത്യം പറഞ്ഞാൽ വാഗമൺ എന്നൊരു സ്ഥലം ഈ സമയത്ത് വരിക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടഫാണ്. കാരണം കാറുകൾ ബൈക്കേഴ്സിന് ഈ സമയത്ത് ഒട്ടും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ടൈമല്ല സത്യം പറഞ്ഞത്. നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് സൈഡിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്കൊന്ന് ചില്ല് ചെയ്യാനല്ല സമാധാനമായിട്ട് ഇരിക്കാനൊരു സ്ഥലം. മൊത്തം തിരക്കും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഈ സമയത്ത് കൂടുതൽ ആൾക്കാരും വരണേന് എനിക്ക് താല്പര്യമില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എൻജോയ് ചെയ്ത് പോകാം. എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും, മഞ്ഞൊന്നുമില്ല. എല്ലാ സ്ഥലങ്ങളും നല്ല മഞ്ഞ് പോലെ ഇതൊക്കെ അടഞ്ഞു കിടക്കുന്ന മഞ്ഞൊക്കെ ഒരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ. ഇതൊക്കെ പല വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചയിൽ വെച്ചാൽ പറയും. നമ്മൾ 1-2 സ്ഥലത്തും കൂടെ പോകാൻ പ്ലാൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ അത്യാവശ്യം ഒരു അവസ്ഥയായ ഒരു അവസ്ഥയാണ്. കാര്യം പറഞ്ഞാൽ രാവിലെയാണ് നമ്മൾ പോകുന്നതെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ വളരെ അത്യാവശ്യം ടയർഡായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫുഡൊക്കെ വെച്ച് ഓക്കെ. പിന്നെ അപ്പോൾ ഞങ്ങൾ സൈഡിൽ ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് നമ്മുടെ പൈറോയും പങ്കാളിയൊക്കെ സൈഡിൽ ഒതുക്കിയിട്ട് നമ്മുടെ കുട്ടിയൊക്കെ കൂടി നമ്മൾ ഇടിയൊക്കെ കൂടി നമ്മളിങ്ങനെ ഇരുന്നപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വാഗമണിന്റെ ഒരു മൊത്തത്തിലെ ഓവറോൾ വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർ വെച്ചൊന്ന് കമ്പയർ ചെയ്യാം. നമുക്ക് മൂന്നാർ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മൂന്നാറിലെ ഒരു അവസ്ഥയല്ല സത്യം പറഞ്ഞാൽ വാഗമണില് മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ഒരു മഞ്ഞിന്റെ കാലാവസ്ഥ വളരെ കുറവാണ് ഈ ഒരു സമയത്ത്. ഫെബ്രുവരി സമയത്ത് നിങ്ങൾ മൂന്നാർ പോയി നോക്കിയാൽ നല്ല തണുപ്പും നല്ല മഞ്ഞും ഈ സമയത്ത് ഉണ്ടാവും. മൂന്നാറിന്റെ കാലാവസ്ഥ അല്ല സത്യം പറഞ്ഞാൽ വളരെ ഡിഫറെന്റ് ആണ് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇനി കാരണം നമുക്ക് എങ്ങോട്ട് സത്യം പറഞ്ഞാൽ പോകാൻ പറ്റുന്നില്ല. കുട്ടി ഒന്ന് എന്താ നമ്മുടെ അഭിപ്രായം മാത്രമാണോ എന്ന് ചോദിക്കണല്ലോ. എന്താണ് ഈ ഒരു അഭിപ്രായം വാഗമണിനെ പറ്റി? വാഗമണിനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. പക്ഷേ നമ്മൾ ഈ മാസത്തിന്റെ അയക്കാൻ കുറച്ച് ചൂടുണ്ടായിരുന്നു, കുഴപ്പമില്ല. നല്ല അത്യാവശ്യം തണുത്ത കാറ്റിടയ്ക്ക് വരുന്നുണ്ട്. അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പറഞ്ഞ വെയിലുണ്ടെന്നുള്ളൂ. ചൂട് അനുഭവപ്പെടുന്നൊന്നുമില്ല, തണുത്ത കാറ്റ് വീശിക്കൊണ്ടാണ്. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യണ്ട. ഇത് വേറൊരു വൈബാണ്. വെയിലുണ്ട്, പക്ഷെ നേരത്തെ ഇത്തിരി ചൂടടിക്കണമെന്ന് തണുത്ത കാറ്റാണ്. കുഴപ്പമൊന്നുമില്ല, നിൽക്കുന്നേ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതാണ് നമ്മൾ വണ്ടിയൊക്കെ കൂടെ ഒതുക്കിയിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ 2-3 സ്ഥലത്തും കൂടെ പോകാൻ പ്ലാൻ ഉണ്ട്. വെയിലൊക്കെ ഒന്ന് പയ്യെ ഒന്ന് ആറിയിട്ടുള്ളൂ മച്ചന്മാരെ. കാര്യം ഒരു ദിവസത്തേക്ക് നമ്മുടെ പ്ലാൻ 1 ഡേ ട്രിപ്പായിട്ട് വന്നാണ് വാഗമണ്. സത്യം പറഞ്ഞാൽ 1 ഡേ ട്രിപ്പായിട്ട് വരാനുള്ള റോളാണ് വാഗമണിലുള്ളൂ. സോ അതാണ് കാഴ്ചകൾ. ഓക്കെ,
നമ്മൾ വാഗമണ്ണ് വന്നിട്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30-5:45 ആവാൻ പോവാട്ടോ. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ വാഗമണ്ണ് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ വാഗമണ്ണ് ഈ മാസം ഫെബ്രുവരിയാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസത്തിൽ അത്യാവശ്യം നല്ലൊരു ചൂടുള്ള സമയമാണ്. പക്ഷേ തണുത്ത കാറ്റുണ്ടെങ്കിൽ പോലും നമ്മളൊരു പ്രത്യേകതരം കാലാവസ്ഥ ആയതുകൊണ്ട് നമ്മൾ ചിലർക്കൊക്കെ നാട്ടുകളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ ചെറുതായിട്ട് ചിലപ്പോൾ ഒരു ക്ഷീണവും അവശതയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ വരണ്ടെന്നല്ല, വരാം. പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഞാനിപ്പോൾ എനിക്ക് ചെറിയൊരു സുഖലായ്മയൊക്കെ വന്നു. എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഇവിടെ പരിചയപ്പെട്ട ആൾക്കാർക്ക് ചിലർക്കും അതുപോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ നോക്കി വരിക. പിന്നെ വാഗമണ്ണിൽ നമ്മളിപ്പോൾ 3-4-5 സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ലേക്കുണ്ട്, പിന്നെ നമ്മുടെ പൈൻ മരങ്ങൾ ഉള്ള സ്ഥലങ്ങളുണ്ട്, അല്ലാത്ത തങ്ങൾപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അല്ലാതെ വേറെ കുറച്ച് നോട്ടീസ് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അത് കൂടാണ്ട് ഇപ്പം നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചായക്കടയുടെ മേളിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ പോലും വളരെ ഈ സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് കിട്ടാത്തൊരു വ്യൂവും കാര്യങ്ങളും ഇതുണ്ടല്ലോ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് മുട്ടക്കുന്നുകളും കാര്യങ്ങളൊക്കെ നല്ല കിടിലനായിട്ട് നമുക്കിവിടെ കാണാനുണ്ട്. വളരെ മനോഹരമായ കാഴ്ച. നമ്മൾ 1-2 സ്ഥലങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വരാതെ ഞങ്ങളിതേ താഴെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി നമുക്ക് കണ്ടൊരു അടിപൊളി സ്ഥലമാണ് മച്ചാൻ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് വൺ ഡേ ട്രിപ്പിലൊക്കെ തീരുമോ എന്ന് ചോദിച്ചാൽ വാഗമണ്ണ് വൺ ഡേ ട്രിപ്പിൽ തീരാൻ കുറച്ച് പാടാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ക്രോമിലൊക്കെ കാണുന്ന പോലെ കുഞ്ഞു സ്ഥലങ്ങളുണ്ട്. ലേക്ക് അല്ലെങ്കിൽ പൈൻ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സ്ഥലങ്ങൾ, അല്ലാത്ത കുറേ മൈനർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിഡൻ പ്ലേസസ് ആയ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഫാമിലി ആയിട്ടും ലവേഴ്സ്, കപ്പിൾസ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള എല്ലാവർക്കും വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ വാഗമൺ എന്ന് പറയുന്നത്. 2 തരം ക്ലൈമറ്റ് വാഗമണ്ണിലുണ്ട്. ഒന്നാമത്തത് മഞ്ഞ് മൂടിയൊരു കാലാവസ്ഥ, ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല. ഇവിടെ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞായിരിക്കും. അവിടെ അപ്പുറം എന്താണെന്ന് പോലും നമുക്ക് കാണാൻ പറ്റില്ല. മറ്റൊരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറൻറ്റിലുള്ള കാലാവസ്ഥ, നല്ല തെളിഞ്ഞിട്ടുള്ള അപ്പുറം എന്താണ് ഒരു 10-20 മല അപ്പുറം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. 20 ഇല്ലെങ്കിലും കാണാൻ പറ്റും നമുക്ക് ഏകദേശം ദൂരം വരെ. ഇവിടെയൊക്കെ തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം പുല്ലെല്ലാം ഉണങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ വെയിലൊക്കെ ഉള്ളതുകൊണ്ട്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വാഗമണ്ണിലെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് മച്ചാന്മാരെ. കാര്യം എന്താണെന്ന് വെച്ചാൽ സമയം വൈകുന്നേരമായി 6 മണിയായിട്ടുണ്ട്. ഒത്തിരി വലിയ തണുപ്പൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങളും മച്ചന്മാരൊക്കെ കൂടി ഞങ്ങൾ തിരിച്ചു പോകാൻ പോകുന്നത് ഗൈസ്. കാരണം തങ്ങൾപ്പാറയൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറ്റ് വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണെന്ന് തോന്നിയില്ല. നമ്മൾ ഇതുപോലുള്ള ചില ഹിഡൻ സ്പോട്ടുകളിലൊക്കെ 1-2 സ്പോട്ടുകളിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ക്യാമറ ചാർജ് ഇല്ലായിരുന്നു, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. സോ നമ്മളേതായാലും നമ്മുടെ വാഗമൺ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊരു ബൈ കൊടുത്തേക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റാൻ. ഓക്കെ.